ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോൽ ഒറ്റമാവങ്കൽ എന്നൊരു സ്ഥലത്താണ്. അതീവ ഖേദകരമായ ഒരു സംഭവമാണ്. അതായത് ഈ മാസം ഓണത്തിന് മുൻപായി ഈ വീട് കുഴിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ട് ഒരു കുഴിയെടുക്കുമ്പോൾ ഇവിടെ ഒരു ഗർത്തം കാണപ്പെട്ടത്. ആദ്യം അത് വലിയ കാര്യമാക്കിയില്ല. പിറ്റേ ദിവസം വീണ്ടും നോക്കുന്ന സമയത്ത് ഈ മണ്ണെല്ലാം ഒലിച്ചു പോകുന്നത് കണ്ടു. പിന്നീട് കണ്ട സംഭവം ഞാൻ നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാം. ഏട്ടാ, ഇത് എപ്പോഴായിരുന്നു നിങ്ങൾ കണ്ട സംഭവം? ഇതൊരു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാഴ്ച മുമ്പാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. കപ്പസിന്റെ കുഴി വെക്കുമ്പോൾ വെക്കുമ്പോൾ ഇടിഞ്ഞാൽ താഴോട്ട് പോയി. അപ്പൊ ചെറിയ മൂടി മണ്ണിട്ട് മൂടി. പിറ്റേ ദിവസമാകുമ്പോഴത്തേനും മണ്ണെല്ലാം ഒഴിച്ചു പോയി. അപ്പൊ നല്ല വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല മഴയെല്ലാം വീണ് നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറച്ചിൽ കാണുന്നുണ്ട്. നല്ല അടിയൊഴുക്കുണ്ടല്ലേ ഈ അടിയിൽ? പക്ഷെ നമ്മൾ ഈ വീടിന്റെ അടിയിൽ കൂടി ആയിട്ടില്ല ഈ സംഭവം പോകുന്നത്. ഫുള്ളുള്ളത് വീട്ടിലല്ലേ വീട്ടിൽ കൂടിയിരിക്കാൻ പറ്റില്ല ഉറപ്പായി. എങ്ങനെ കാണുമ്പോൾ എങ്ങനെ നല്ല മാനസികമായി മാനസികമായി ഇതായില്ലേ? പിന്നെ ഇതിപ്പോ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. കളക്ടർക്ക് ആദ്യം ഇങ്ങനെ ഒരു സംഭവം കൊടുത്തായിരുന്നു. ജിയോളജി വകുപ്പിൽ കൊടുത്തു. ജിയോളജി വകുപ്പിൽ നിന്ന് വന്നു. പിന്നെ ഗ്രൗണ്ട് വാട്ടർ അവർ വന്നു. അപ്പൊ ജിയോളജി അവർ വന്നിട്ട് പിന്നെ ഇവർക്ക് സോയിൽ ഡിപ്പാർട്ട്മെന്റിന് കൂടെ കൊടുത്തിട്ട് അവര് വന്നിട്ട് എന്താ വെച്ചാൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അവര് വന്നിട്ട് അന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. അവസാനത്ത് ഞാനും ഇറങ്ങിയിട്ടാ. എനിക്ക് തോന്നിട്ട് എത്ര വിശാലമായതുണ്ട്. എന്താ ഇത് കൂടിയ മണ്ണ് കുറച്ചുകൂടെ ബാക്കിയില്ലായി. അതിന് JCB പുറത്തേക്ക് എടുത്തിട്ട് ഇറങ്ങി നോക്കി. പക്ഷെ ഒരു കണക്കിന് ഇത് കൂടി കൂടുന്നതും കണ്ടത് നമ്മൾ ഭാഗ്യമല്ലേ? ഭാഗ്യമല്ലേ, അത് കുറച്ചും കൂടെ ആരും കാണിക്കണായിരുന്നു. അധികം ഞാൻ അങ്ങനെ കൂടി കൂടിയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാരും പറയുന്നത് കണ്ടത് ഭാഗ്യം. മാത്രം ഇത്രയും 10-30 ലക്ഷം രൂപ ചെലവിട്ടിട്ട് അതിൽ കുട്ടി 28-ന് കയറി കൂടാൻ നല്ല തയ്യാറെടുപ്പുണ്ടായിരുന്നു. മഴ അപ്പൊ ആദ്യം ഇത്ര സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യം ഇറക്കി നോക്കുമ്പോൾ ഇത്ര ഉണ്ടായില്ല. പിന്നീട് അതിന് ശേഷം കൂടുതൽ ഇടിഞ്ഞു വീണത്. അപ്പൊ ഇതിനുള്ള ഇറങ്ങുന്നത് അത്ര സുരക്ഷിതമല്ല ആൾക്കാർ. ഏത് സമയത്ത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലെ? പെട്ടെന്ന് ഇടിയാൻ സാധ്യതയുണ്ട്. ഒരു ചേടി വേണ്ടു അതെ അല്ലെ? അപ്പൊ നമ്മുടെ ഒപ്പം നമ്മുടെ ഈ വീട്ടിന്റെ നാഥനായ സാധാരണ നമ്മൾക്കുണ്ട്. ഓർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പിന്നെ ഈ വീട് ഉണ്ടാക്കിയത് തോര നീരാക്കി കഷ്ടപ്പെട്ട് ആണ് ഈ വീട് ഉണ്ടാക്കിയത് അറിയാം. ലോണും അതുപോലെ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കിയതല്ലേ? അപ്പൊ കുടിയാൻ ഈ മാസം നിൽക്കുകയായിരുന്നു ഓണത്തിന്. അപ്പൊ നിങ്ങൾ ഈ കുഴി ഫസ്റ്റ് കണ്ട് ടാങ്കിന്റെ കുഴി കുഴിച്ചിട്ട് നമ്മളാണ് സെപ്റ്റിക് ടാങ്കിന് വേണ്ടി കുഴിച്ചത്. കുഴിക്കുമ്പോ അത് 2 മീറ്റർ ആകുമ്പോഴത്തേനും അത് ഇടിഞ്ഞ് താഴോട്ട് പോയി. ആ സമയത്താണ് JCB ഡ്രൈവർ ഞങ്ങളുടെ പണിയെടുത്തുണ്ടായിരുന്നു. JCB ഡ്രൈവർ വന്നിട്ട് കഴിഞ്ഞാൽ അതിൽ കുഴി വീണിട്ടുണ്ട്. പോയിട്ട് നോക്കുമ്പോൾ ഒരു 2 ആളെ പൊക്കത്തിൽ ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളം വീഴുന്നു. അപ്പൊ JCBക്കാരോട് ഒന്ന് അത് മൂടിക്കുക, ചെറിയതായിരിക്കും, കുട്ടികളെല്ലാം കളിക്കുന്നില്ലെങ്കിൽ അപ്പം മൂടിയിട്ട് അതിന്റെ പിറ്റേ സാമ്പത്തിനും മണ്ണ് താഴെ പോയി. പിന്നെ 2 സാമ്പത്തിനും തീരെ വെള്ളത്തിൽ വെച്ചു. അത് താഴെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ അവിടെ വെള്ളം കലങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്കാണ് ഇത് പോയതെന്ന് മനസ്സിലായി. അപ്പൊ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു 3 വർഷമായി തുടങ്ങിയിട്ട്. 3 വർഷം. ബാങ്ക് ലോണും പിന്നെ സ്വർണം വിറ്റാന്നാണ് അന്ന് പണയം വെക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അന്നത്തെ സ്ഥിതിക്ക് പണയം വെക്കാണ്ട് അവനെയും അതിന് പോയി ഇത് കൊടുത്തോണ്ട് നിൽക്കണ്ടേ. ഇപ്പൊ സ്വർണം ആവശ്യമില്ല, നമുക്ക് പിന്നെ ഭാവിയിലേക്കെല്ലാം നിന്നിട്ട് ഇത് സ്വർണം വിറ്റത്. ഇപ്പൊ പൊതുവെ എന്താ ജോലി ചെയ്യുന്നത്? ഞാൻ ടൈൽസിന്റെ ജോലി. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ്. അത് എന്ത് ചെയ്യണമെന്ന് ആകെ ഒരു വിഷമത്തില്ല. അപ്പൊ ഈ വെള്ളം ഒഴുകിപ്പോ താഴെ കുളത്തിലേക്ക്. അപ്പൊ ഇതിന്റെ അടിയിൽ മൊത്തം ഇതാണ്. അതിപ്പോ നമ്മൾ കണ്ടതല്ലോ. നമ്മൾ നേരത്തെ കണ്ട ആ കുത്തൊഴുക്ക് ഈ കുളത്തിലേക്കാണ് ചെന്ന് പെടുന്നത്. അപ്പൊ അത്രയും ഭീകരമാണ്. കാരണം അന്ന് വന്ന മണ്ണിന്റെ വശസ്ഥിതിയിൽ ഇലയിൽ ഒട്ടി പിടിച്ച് കാണാം ചളി. അത് ആടെ നോക്കിയിട്ട് കാണാൻ പറ്റും.